നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കറിയില്ല എന്താ പറയണ്ടെന്ന്. ഗൗതമിന്റെ അമ്മയാ. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയാൻ എനിക്ക് ഒരു അവകാശമില്ല. പക്ഷെ എല്ലാം ഗൗതം അറിയുന്നുള്ള ആ നിമിഷം വരുമെന്ന് ഓർക്കുമ്പോ വയറ്റിൽ നിന്ന് ഒരു തീയ ഉയർന്നു വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ മോളെ, ഒരിക്കലും പാറുവിന്റെ കണ്ണ് ഞാൻ നനയിക്കില്ല. എന്നെ സഹായിച്ച എന്റെ മോനെ ഇക്കാലം അത്രയും വളർത്തിയ എന്റെ ദൈവമാണ് പാറു. ഒരിക്കലും ഗൗതമിന്റെ ജീവിതത്തിലേക്ക് ഒരമ്മയുടെ സ്ഥാനമായി കടന്നു ചെന്ന് അവന്റെ സന്തോഷം ഞാൻ നശിപ്പിക്കില്ല. പക്ഷേ സൂക്ഷിക്കേണ്ടത് മോളാ. മോൾക്ക് ഗൗതമിന്റെ അമ്മയെന്നൊരു സ്നേഹം അമിതമായിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ അതിന്റെ പേരിൽ ഒരിക്കലും ആരുടെ മുന്നിൽ വെച്ചും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത്. അങ്ങനെ ചെയ്ത എല്ലാവരും മോളെ സംശയിക്കും. അവര് സത്യം കണ്ടെത്തുകയും ചെയ്യും. എനിക്ക് കിട്ടുന്ന ഓരോ അടിയും ഞാൻ അർഹിക്കുന്നതാ. എന്റെ മോനെ പ്രസവിച്ച് കളഞ്ഞിട്ട് പോയതിനുള്ള ശിക്ഷയായിട്ട് ഞാനിതിനെ കാണുന്നു. തല്ലിക്കോട്ടെ, കൊന്നോട്ടെ, എന്റെ മരണവും അവന്റെ മുന്നിൽ വെച്ചായിക്കോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ മോളെ എനിക്ക്. സത്യം പറഞ്ഞ ഞാൻ പെട്ടുപോയി എന്നല്ലാതെ ഒന്നും പറയാനില്ല ആന്റി. പക്ഷെ ഒന്നോർത്തോ, വസുന്ധര ആന്റിയും ശിവാനിയും ഒക്കെ ഓരോ നിമിഷവും വഴക്കുണ്ടാക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ചതിക്കുഴിയിൽ ചെന്ന് വീണ് കൊടുക്കരുത്. ഞാൻ എല്ലാത്തിലും നിന്നും ഒഴിഞ്ഞു മാറി നടന്നതാ മോളെ. പക്ഷെ പെട്ടെന്ന് ആ സീക്കേസിന്റെ മുന്നിൽ ചെന്ന് പെട്ടപ്പോ എന്റെ കൈ കാലം വിറച്ചു പോയി. കോഫി കൈയിൽ നിന്ന് വീണു. അല്ല, ഈ CKCയെ കാണുമ്പോ ആന്റി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? പറ ആന്റി, CKC എന്തിനാ ആന്റി ഭയക്കുന്നത്? അത് പിന്നെ പറ ആന്റി. വേറൊന്നുമല്ല, ചതിയൊപ്പിച്ചല്ലേ അയാളിവിടെ കയറി താമസമാക്കിയത്. വൃത്തികെട്ടവനല്ലേ. അങ്ങനെയുള്ള അയാളുടെ മുറിയിലേക്ക് ചെന്നപ്പോ ഒരു പേടി. അതാ സത്യം. ആന്റി ഇനിയെങ്കിലും ശ്രദ്ധിക്കണം കേട്ടല്ലോ. ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ ആർക്കും അവസരം ഉണ്ടാക്കി കൊടുക്കരുത്.